കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരുടെ യോഗം ചേർന്നിരുന്നു. AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ സന്നിഹിതനായിരുന്നു. KPC അധ്യക്ഷൻ ശ്രീ K സുധാകരൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരുടെ ഒരു മാസത്തെ ശമ്പളം, അതായത് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാകാനും UDF എംപിമാരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ UDF എംപിമാരുടെ തുക 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ലഭിക്കുന്ന തുക സുതാര്യമായി അത് ചെലവഴിക്കണമെന്നുള്ള അഭിപ്രായമാണ് UDF എംപിമാരുടെ യോഗത്തിൽ ഉയർന്നത്. കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വകമാറ്റി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പക്ഷേ വയനാട് ദുരന്തത്തിന് ലഭിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന തുക പ്രത്യേക അക്കൗണ്ടിലാക്കി അത് കൃത്യമായും വയനാട്ടിൽ തന്നെ ചെലവഴിക്കണം എന്നുള്ള അഭിപ്രായമാണ് UDF എംപിമാർ അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായമാണ് UDF എംപിമാർക്കുള്ളത്. എന്തായാലും UDFിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലുള്ള കക്ഷികളുടെയൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട്. വീട് വെച്ച് കൊടുക്കുന്ന അതുൾപ്പെടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ UDF ആയിട്ട് അതുപോലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളുമായിട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി സഹകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള UDF MLAമാരുടെ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. ഒട്ടനവധി കോൺഗ്രസ് നേതാക്കന്മാർ CK ആൻ്റണി, രമേശ് ചെന്നിത്തല, VM സൂര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ ശമ്പളത്തിൻ്റെ അവരുടെ പെൻഷൻ്റെ വിഹിതം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളതാണ് UDFിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ UDFിലെ കക്ഷികൾ പ്രഖ്യാപിച്ചുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരവധി സംഘടനകൾ, പോഷക സംഘടനകൾ, പ്രവാസി സംഘടനകളൊക്കെ തന്നെ വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായവും ഞങ്ങൾ നൽകും. ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തുക അത് വയനാട്ടിലെ ദുരിതാശ്വാസത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇതൊരു ഗംഭീര മാതൃകയാണല്ലേ ശരിക്കും? മറ്റൊരു അങ്ങനെ ദുരന്തം നടന്ന സ്ഥലത്തൊന്നും കാണാത്ത മാതൃകയാണ് തീർച്ചയായും. കാരണം വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത, കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടേതായ പ്രവർത്തനങ്ങളിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുകയാണ്. KPCC പ്രസിഡന്റ് അടക്കം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകുന്നത് സംബന്ധിച്ച് ആദ്യം ചില ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം ഇട്ടിരുന്നു. അതെല്ലാം ചർച്ച ചെയ്യുകയും ആ ആശങ്കകളെല്ലാം കേട്ട് അതിനൊരു പരിഹാരം കാണുകയും ചെയ്ത ശേഷമാണോ ഇത്തരത്തിലുള്ള? അല്ല, KPC പ്രസിഡന്റ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പ്രളയകാലത്തും വെള്ളപ്പൊക്ക കാലത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടിന് ചെലവഴിച്ചത് ഒരു സുതാര്യതയോടെ അല്ല. അതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആക്ഷേപങ്ങൾ നിലനിൽക്കുക. അതുപോലെ വയനാട് ദുരന്തത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതുപോലെ ആകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് KPC പ്രസിഡന്റ് പങ്കുവച്ചത്. എന്നുവെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി നിസ്സഹകരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പ്രളയകാലത്തുണ്ടായതുപോലുള്ള ഒരു ദുരിതാശ്വാസ പ്രവർത്തനമാകരുത് എന്നാണ് KPC പ്രസിഡന്റ് ഉദ്ദേശിച്ചത്. വീടുകൾ നിരവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഈ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിപക്ഷ നേതാവ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ, അതായത് 100 വീട് വെച്ച് കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്
പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. അതിനാവശ്യമായ സഹകരണം സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ എന്താണോ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അതനുസരിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഞങ്ങളെന്താണോ ചെയ്യുന്നത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായവും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ നടത്തുന്ന ഈ 100 വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥലം അനുവദിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയിട്ടുണ്ട്. സംശയം പ്രകടിപ്പിച്ചല്ലോ. നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ സുതാര്യതയിൽ സംശയം പ്രകടിപ്പിക്കുന്നതിന് ആക്ഷേപം ഉന്നയിക്കുന്നതിന് കേസെടുക്കുന്നൊരു നിലപാടുണ്ട്. കോൺഗ്രസിൻ്റെ അതിലെ ഒരു നിലപാടെന്താ ഈ സമീപനത്തിൽ? അല്ല, അങ്ങനെ ആളുകൾ അങ്ങനെ അഭിപ്രായം പറയുന്നതിന് കാരണം അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട അത്തരം അഭിപ്രായങ്ങൾ വരുന്നതിന് കാരണം മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഗവൺമെൻറ് വ്യക്തമാക്കിയാൽ മതി. അങ്ങനെ മുൻകാലത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചില തെറ്റുകൾ പറ്റിയ അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഗവൺമെൻറ് സമ്മതിക്കുകയും എന്നാൽ ഈ വയനാട് ദുരന്തം അതുപോലെ ആയിരിക്കില്ല. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനം സർക്കാരിൻ്റേത് അങ്ങനെ ആയിരിക്കില്ല. അത് പൂർണ്ണമായും സുതാര്യമായിരിക്കുമെന്നുള്ള കാര്യം സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി. അപ്പോൾ ഈ ആശങ്ക തീരും. അത് സർക്കാർ അല്ല, കേസെടുക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ആളുകൾ പല വ്യക്തികൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽപ്പെട്ട പല ആളുകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം സർക്കാർ ഇക്കാര്യത്തിൽ മുൻപ് പറ്റിയ അപാകതകൾ പറ്റില്ല എന്നുള്ള ഉറപ്പ് നൽകിയാൽ ഈ വിമർശനം ഉണ്ടാകില്ല. അതെ, അതാണ് ആശങ്കയാണ് ആളുകൾക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രളയകാലത്ത് കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് കാലത്ത് കിട്ടിയ ഫണ്ടൊക്കെ ചെലവഴിച്ചതിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായങ്ങൾ വരുന്നത്. ആ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന അത്തരം ആശങ്കകളും അത് മാറ്റേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ് അത്തരത്തിൽ ക്ലിയറായി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉണ്ടാവത്തില്ല.